അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്തസിന് 0 മാർക്കാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. അതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അഹങ്കാരത്തിന്റെ രൂപമാണ് ആചാര്യരാജേന്ദ്രൻ. ഞാൻ മേയറൂടെ കാണിച്ചു. അവർ തന്നെ പോലീസായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 20 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ മേയറാക്കുന്നത് നഗരമാതാവാണ്. തീർച്ചയായിട്ടും ഒരിക്കലും CPM ചെയ്യാൻ പാടില്ലായിരുന്നു. ആര്യ രാജേന്ദ്രൻ 20 വയസ്സുള്ളപ്പോൾ മേയറായി. അവര് പഠിച്ചിരുന്ന കോഴ്സിൽ ആദ്യത്തെ സെമസ്റ്ററിൽ മാത്സിന്റെ മാർക്ക് 0, മലയാളത്തിന്റെ മാർക്ക് 7. പിന്നീട് അവരത് കംപ്ലീറ്റ് ചെയ്തില്ല. അവരാണ് പറയുന്നത് IPSകാരി ആവണം എന്നൊക്കെ പറയുകയാണ്. അഹങ്കാരിയാണ്, ആഗ്രഹമാണ്, ഇത്ര കുറഞ്ഞ വയസ്സിൽ മേയറാക്കി CPMന്റെ ധാർഷ്ട്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ മനുഷ്യനെ ഒന്ന് നേരിട്ട് വിളിക്കാം. ഹലോ, ശശികുമാർ സാറല്ലേ? അതെ സാറേ, ഞാൻ 2 ദിവസം കൊണ്ട് ആ വീഡിയോ കാണുകയായിരുന്നു. സാറ് പറഞ്ഞതേ ആര്യ രാജേന്ദ്രൻ 0 മാർക്കും 7 മാർക്കും വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞതേ. അപ്പൊ സാറിന്റെ വീഡിയോ കണ്ടപ്പോഴ് അപ്പം ഇവര് ഏതെങ്കിലും ഇതിന് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് ഡിഗ്രി പാസ്സായി എന്ന് വല്ലതും പറഞ്ഞതിന്റെ എന്തെങ്കിലും ഉണ്ടോ സാറേ? അങ്ങനെ പാസ്സായിട്ടൊന്നും ഇല്ലല്ലോ. ആ കുട്ടി അത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിന് പഠിച്ചോണ്ടിരിക്കുമ്പോഴേ, സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലാണല്ലോ. ഫസ്റ്റ് ഇയർ ഇപ്പൊ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം. അപ്പം 1-ാം വർഷം കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞത് 3-ാം സെമസ്റ്റർ എന്ന് പറഞ്ഞാണ് സെക്കൻഡ് ഇയർ. അപ്പൊ 3-ാം സെമസ്റ്ററും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് അടുത്ത 4-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് 3-ാം സെമസ്റ്ററിൽ വെച്ച് തന്നെയാണ് ഈ കൗൺസിലറായിട്ട് മത്സരിച്ചത്. അതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ആ മാർക്കിനകത്ത് എന്ത് പ്രസക്തിയാണല്ലോ സാറേ? ഒന്നുമില്ല. അപ്പൊ പിന്നെ സാർ എന്തിനാണ് ഈ 0, 7 മാർക്ക് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? അതല്ല, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ പറയുന്നത്, ഒരാള് അത് 0 മാറ്റി മേയർക്ക് SSLC പാസ്സായാലും മതിയല്ലോ. ഡിഗ്രി SSLC പോലും വേണ്ടല്ലോ. SSLC വേണ്ട, എഴുതാനും വായിക്കാനും ഒരു ബന്ധമില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന പ്രശ്നം എന്ന് വെച്ചാല്, വളരെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കോളേജ് കോഴ്സ് കട്ട് ചെയ്തിട്ട് ആ കുട്ടിയെ മേയറാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ എലിവേഷൻ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നഗരമാതാവ് എന്ന നിലയിൽ ആര്യ രാജേന്ദ്രനെ പ്ലേസ് ചെയ്തത് CPM. അത് കഴിഞ്ഞ അന്ന് തന്നെ കൈരളി ചാനല് അവർക്കൊരു വലിയ ഇംപ്രഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇന്റർവ്യൂ വെച്ചു. ആ ഇന്റർവ്യൂ പറയുന്നത്, ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് MBA എടുക്കണം, അത് കഴിഞ്ഞാൽ എനിക്ക് IAS വേണം, പക്ഷെ വീട്ടുകാർക്ക് നിർബന്ധം IAS ആണെങ്കിലും എനിക്ക് IPSലാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ IPSO IASO കിട്ടേണ്ട ഒരു കുട്ടി, ഭാവിയിൽ കളക്ടറോ അല്ലെങ്കിൽ ഒരു നമ്മുടെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറോ ആവേണ്ട ഒരു കുട്ടിയെ CPM പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന് മേയറായിട്ട് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടും നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളൊരു ബഹുമാനിക്കും. കാര്യം വെച്ചാൽ നമ്മളെയൊക്കെ മേയറല്ലേ. അപ്പൊ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് CPM അവതരിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോഴാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയുന്നത് മാത്സിന് 0 ആയി. മലയാളത്തിൽ 7 മാർക്കിൽ. ഏത് സെമസ്റ്ററിലാണ് മാത്സിന് 0 വന്നത്? 1-ാം സെമസ്റ്ററിൽ. 1-ാം സെമസ്റ്ററിൽ 0 ആയി. സെക്കൻഡ് അടുത്ത വർഷത്തെ പരീക്ഷ നോക്കിയപ്പോൾ അതിലും മലയാളത്തിന് പോലും 7 മാർക്കാണ്. ആ സെമസ്റ്ററിൽ മാത്സ് എഴുതിയിട്ടില്ല. അപ്പൊ എന്തോ എനിക്കിപ്പം അങ്ങനെയല്ലോ സാറേ. ഇപ്പൊ മാത്സ് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോ ആ കുട്ടി ആ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് SFIയുമായി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് പിന്നെ പൊതുരംഗത്ത് ആ കുട്ടി ഉണ്ട്. അപ്പൊ ആ കുട്ടി അവിടെ ആ പരീക്ഷ എഴുതിയില്ല. 1-ാം സെമസ്റ്ററിൽ 0 മാർക്കാണോ ആബ്സെന്റ് ആണോ സാറേ? നമുക്ക് തീർച്ചയായിട്ടും അസുഖമാണെന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടി 0 ആണോ ആബ്സെന്റ് ആണോ? 0 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേപ്പർ വാല്യൂ ചെയ്ത് 0 ആബ്സെന്റ് ആവുന്ന എങ്ങനെ? പേപ്പർ കൊടുത്തെങ്കിലല്ലേ ആബ്സെന്റ്, അല്ലെങ്കിൽ ആബ്സെന്റ് ആവില്ലേ? അത് അപ്പൊ ആബ്സെന്റ് അല്ല, പരീക്ഷ എഴുതി 0 മാർക്ക് വാങ്ങിച്ചതെന്നാണ് സാറ് പറയുന്നത്. അതെ, ഞാൻ പറയുന്നതല്ല, യൂണിവേഴ്സിറ്റി. അത് തന്നെ, അതിന് ആബ്സെന്റ് ആണോ? ആബ്സെന്റ് ഒന്നും എഴുതൂലല്ലോ. മാർക്കിന്റെ കോളം എഴുതുമ്പോ അവിടെ 0 എന്നല്ലേ? അല്ലല്ല, ആബ്സെന്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ആബ്സെന്റ് എന്ന് തന്നെ എഴുതും. അങ്ങനെയാണ്, ഏതെഴുതും, 0 എഴുതില്ല. ഞാൻ ചോദിക്കുന്നത് എനിക്കറിയണ്ട. അത് ഒരു IPSO IASO കിട്ടാൻ പോകുന്നു പറഞ്ഞതാണ് പ്രോബ്ലം ആയത്. അങ്ങനെയല്ലോ അവര് പറഞ്ഞത്. എന്താണ് സാറേ, ഇപ്പം സാറിനെ പോലെ സാറൊരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആണോ സാറേ? അല്ല.
പിന്നെ സാർ ഞാൻ എന്തായിരുന്നു? ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു, അതെ, ജോയിന്റ് രജിസ്ട്രാറായിരുന്നു. ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു. പിന്നെ സാറ് പിന്നെ അവിടുത്തെ ഈ സിൻഡിക്കേറ്റ് മെമ്പറും ആയിരുന്നു അല്ലേ? ആയിരുന്നു. കോൺഗ്രസിന്റെ ബാനറിലായിരുന്നു അതോ അല്ലാതെ അതെ, സ്വതന്ത്രമായിട്ട്? കോൺഗ്രസിന്റെ. ശരി. അപ്പൊ സാറ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മള് ഇപ്പം ഒരു പരീക്ഷയ്ക്ക് ആ കുട്ടി പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ പഠിച്ച് അത് എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. 0 മാർക്ക് എന്തായാലും വാങ്ങിക്കണമെങ്കിൽ അത്രമാത്രം വണ്ടിയൊന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. ഈ പറയുന്ന കോളേജിൽ, അതും നമ്മുടെ എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള ഓൾ സയൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം മാർക്കൊക്കെ വേണ്ടേ സാറേ? 0 മാർക്ക് അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും പറയൂ, പറയട്ടെ. അപ്പൊ വേറെ എന്തെങ്കിലും അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടാകുന്നുള്ളതാണ്. സാർ അത് അന്വേഷിക്കുന്നില്ല. സാറ് പറയുന്നത് 0-7 മാർക്ക്. പിന്നെ അവര് പറയുന്നു അതല്ല, ഇലക്ഷൻ വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയുന്നൊക്കെ ഒന്നാം വർഷത്തെ കാര്യമാണ്. കുട്ടി മേയറാവുന്നത് ഇലക്ഷൻ മത്സരിക്കുന്നൊക്കെ സെക്കൻഡ് ഇയറിലാണ്. ശരി, അതിനു മുമ്പ് ചുമ്മാ അങ്ങ് ഇലക്ഷന് മത്സരിച്ച ഒരു പൊട്ടി വീണതല്ലല്ലോ. അവര് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ ആ പരീക്ഷ വൃത്തിയായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നും എഴുതാതെ എഴുതി വന്നില്ല, ആബ്സെന്റ് ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആൾ സയൻസ് കോളേജിൽ മണ്ടിയായി 0 മാർക്ക് വാങ്ങിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടേണ്ട കോളേജ് അല്ലല്ലോ ആൾ സയൻസ് കോളേജ്. അപ്പം പറയട്ടെ, സാറ് പറഞ്ഞല്ലോ പ്രീ ഡിഗ്രിയുടെ പ്ലസ് ടുവിന്റെ ബേസിസിലാണല്ലോ. അതെ, പ്ലസ് ടുവിന്റെ മാർക്കില് ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ടുവും ഫസ്റ്റ് സെമസ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. പിന്നെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് വരിക. ഐ എം എ സിവിൽ എഞ്ചിനീയർ, ഐ നോ ദാറ്റ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ സാറ് പറയുന്നത് അവർക്ക് പിന്നീട് അവർക്ക് അത് പഠിച്ചെടുക്കണം എന്ന്, അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയാ കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ലേഡി പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് സാറ്? സാറിന് അറിയോ അവർ എഴുതിയിട്ട് കിട്ടത്തില്ലെന്ന് സാറിന് ഉറപ്പുണ്ടോ? ഇത് പറഞ്ഞിട്ട് അടുത്തേക്ക്. അപ്പൊ സാറിന് അവരത് പഠിച്ച് അവരിപ്പോ ഇഗ്നോയില് പിന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അവരത് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് IPS കിട്ടില്ലെന്ന് സാറിന് എന്താ ഉറപ്പ്? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. എന്താണ് സാറിന് അത്ര പ്രശ്നം? സാർ എങ്ങനെയാണ് അത് കളിയാക്കിയിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും എന്ന് പറയുന്നത്? അല്ല, പിന്നെ ആ കുട്ടിയുടെ പെർഫോമൻസ് സാർ എങ്ങനെയാണ് സാറ് കണ്ടത്? സാറിന്റെ മുന്നിൽ ഏതെങ്കിലും പേപ്പർ വന്നിട്ടുണ്ടോ നോക്കാൻ? അല്ലെങ്കിൽ സാർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? സാർ എന്തെങ്കിലും ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ? അല്ല, നഴ്സറി പഠിക്കുന്ന കുട്ടികൾ പോലും ഇംഗ്ലീഷ് പറയുന്നത് വെച്ചിട്ടാണോ? മഹാനായ AKG യെ കുറിച്ചിട്ട് ഇഫ് ഹി ഈസ് ടെല്ലിംഗ് വി ഹാവ് ടു ലിസൺ ടു മിസ്റ്റർ AKG ബിക്കോസ് ഇഫ് ഹിസ് ഇംഗ്ലീഷ് ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി 18 വയസ്സ് 19 വയസ്സിലുള്ള സമയത്താണ് സാർ ഈ കേട്ടിട്ടുള്ളത്. അപ്പൊ കേൾക്കുന്ന ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് കൃത്യമായി പറഞ്ഞാലേ എല്ലാം ആകുള്ളൂ സാർ വിചാരിച്ചു വെച്ചേക്കണത്. സാറിനെ പോലെ ഇത്രയും വലിയൊരു ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്ത ഒരു കുട്ടി ഇംഗ്ലീഷിൽ തപ്പി തടഞ്ഞു. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു കാലത്തും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുകയില്ല, IPS കിട്ടുകയില്ല, അല്ലെങ്കിൽ വേറൊരു കാര്യം കിട്ടുകയില്ല എന്ന് നിങ്ങളുടെ മുന്നിൽ, സാറിന്റെ മുന്നിൽ ആ കുട്ടി എന്തെങ്കിലും ഇന്റർവ്യൂവിന് അനാലിസിസുമായിട്ട് വന്നോ? സാർ എങ്ങനെയാണ് ഇത് പറയുന്നത്? എങ്ങനെയെങ്കിലും ഈ പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, സാറിനെ ആ ലോകായുക്ത ഓടിച്ചിട്ട് അടിച്ചതിന്റെ ദേഷ്യമല്ലേ ഈ കാണിക്കുന്നത്? ഓടിച്ചിട്ട് അടിച്ചതിന്റെ ലോകായുക്തിൽ ജഡ്ജി പറഞ്ഞ എന്താ? ലോകായുക്ത നിങ്ങൾ കൊണ്ടുപോയ കേസ് എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് എന്തൊക്കെയാണ് അവര് പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവർക്ക് IPS കിട്ടില്ലെന്ന്? സാറിന് എങ്ങനെ അറിയാം അവർക്ക് IPS കിട്ടില്ലെന്ന്? അതല്ല ഞാൻ പറയാം, CPM-ന്റെ കൊണ്ടൂത്തായിട്ട് നടക്കുന്ന ഒരു ലോ ആയിട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്തിനു പിന്നെ അവിടെ കൊണ്ട് കൊടുത്തത് സാറ്? കുഴലൂത്താണെങ്കിൽ എന്തിനു കൊടുത്തത്? സാറിന് കുഴലൂത്ത് നടത്താത്ത സാധനങ്ങളില്ലേ അവിടെ കൊണ്ട് കൊടുക്കാറുന്നില്ലേ? ഞാൻ പാർട്ടിയുടെ പ്രതിനിധിയാണ് ലോ ആയിട്ടെന്ന് കരുതുന്നില്ല, എങ്കിൽ കൊടുക്കില്ലായിരുന്നു. ആണോ? അയ്യോ, വലിയ കാര്യമായിപ്പോയി കേട്ടോ. നിങ്ങൾക്ക് ഒരു തെളിവും കൊടുക്കാൻ കഴിയാതെ അവരെടുത്തിട്ട് കണ്ടം വഴി 4 വട്ടം ഓടിച്ചിട്ട് അവർ ഓടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതില് ഒരു കൊച്ചു പെൺകുട്ടി മര്യാദയ്ക്ക് നല്ല വൃത്തിയായി മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ മാതൃഭാഷയിൽ സംസാരിച്ച് കൃത്യമായി അളന്ന് തൂക്കി സംസാരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി, അതിനകത്ത് വിമർശിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടി പിന്നീട് IPS കിട്ടില്ലെന്ന് നിങ്ങളടുത്ത് പറയാൻ സാറിന്റെ മുന്നിൽ അവർ എന്തെങ്കിലും ഒരു അനാലിസിസിന് വന്നിരുന്നോ?
അവരുടെ പിന്നെ ഐഡന്റിറ്റിയോ അവരുടെ കഴിവോ പരിശോധിക്കാൻ നിങ്ങളുടെ മുന്നിൽ സാറിന്റെ മുന്നിൽ വന്നിരുന്നോ? എന്തെങ്കിലും ഒരു പേപ്പറുമായിട്ട് വന്നിരുന്നോ? എന്റെ കൂടെ മേയറാണ്. സമ്മതിച്ച് നിങ്ങളുടെ കൂടെ മേയറാ. പക്ഷെ നിങ്ങൾ ഈ മേയർക്കെതിരെ നിങ്ങൾക്കല്ല സാറേ, സാറിന് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പറയുന്നേക്ക്. ഇവിടെ ചന്ദ്ര ഉൾപ്പെടെയുള്ള മേയറെ ഇതുപോലെ ഒരു മന്ത്രിയാവുമ്പോ 27 വയസ്സേ ഉള്ളൂ. ആന്റണി മുഖ്യമന്ത്രിയാവുമ്പോ എത്ര വയസ്സാ സാറേ? ആന്റണി മുഖ്യമന്ത്രിയാവുമ്പോ എത്ര വയസ്സാ സാറേ? 80 വയസ്സായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആര്യയുടെ വയസ്സാണോ പ്രശ്നം? അല്ല, പിന്നെന്താ പ്രശ്നം? വയസ്സൊരു പ്രശ്നമാണോ? പിന്നെന്താ പ്രശ്നം? പിന്നെന്താണ് പ്രശ്നം? ആദ്യം ആ പ്രായം അനുസരിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് ആരെ ബഹുമാനിക്കും? സാറിനെ ഏതെങ്കിലും ഒരാളെ ബഹുമാനിക്കാതിരുന്നതായിട്ടൊരു സാറ് ഏതാളിനെയാണ് ആര്യ ബഹുമാനിക്കാതിരുന്നത്? ഒരാളുടെ പേര് പറയും. അല്ലല്ല, ഞാൻ പറഞ്ഞത് മേയർ എന്ന സ്ഥാനത്തിന് ആദ്യം ബഹുമാനിക്കണം. അതല്ല ഞാൻ ചോദിക്കുന്നത്. ആര്യ മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാളെ ബഹുമാനിക്കാത്ത ഒരാളുടെ പേര് പറഞ്ഞേ. ഡ്രൈവർ ആദ്യ രീതിയിലാണോ സംസാരിച്ചത്? ഡ്രൈവർ ഇങ്ങോട്ട് കാണിച്ച ഒരു സ്ത്രീയോട് ആ ഡ്രൈവർ കാണിക്കേണ്ട രീതിയിലാണ് കാണിച്ചതെന്ന് സാറിന് അറിയോ? ഞാൻ ഡ്രൈവറുടെ വക്താവൊന്നുമല്ല. എന്തിനാണ് സാറ് ഡ്രൈവറിന്റെ പേര് പറയുന്നത്? അവരുടെ ഇതുവരെ ഈ ഡ്രൈവർ പ്രശ്നത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്നുള്ളത് കൊണ്ട് അവരെ വേട്ടയാടുന്നതിനപ്പുറം സാർ ഇതുവരെ സാർ ഇപ്പൊ പറഞ്ഞത് ആര്യ മര്യാദയില്ലാതെയാണ് സംസാരിക്കുക. ഏതെങ്കിലും ഒരാളുടെ പേര് അവർ മര്യാദയില്ലാതെ സംസാരിച്ച ഒരാളുടെ പേര് പറഞ്ഞ. കോർപ്പറേഷനിലുള്ള എത്രയോ ജീവനക്കാർ പറയുന്നുണ്ട്. എത്രയോ അവരുടെ ആരാണത്? എന്നോട് ഒരാളുടെ പേര് പറയും. ഒരാളുടെ പേര് ഞാനെന്തിനാ പറഞ്ഞത്? എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഈ പൊന്തയിലിട്ട് അടിക്കുക. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്താലും അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു മനോരോഗമാണ് സാറിനുള്ളത്. സാറ് പറഞ്ഞു അല്ല സാറ് നേരത്തെ പറഞ്ഞു വയസ്സ് പ്രശ്നം. വയസ്സാണോ പ്രശ്നം എന്ന് വെച്ചപ്പോ അതല്ല പ്രശ്നം. ചെറുപ്പക്കാര് വരട്ടെ, പക്ഷേ പ്രശ്നം എന്താ? പ്രശ്നം വെച്ചാൽ വിവരമുള്ളവർ വരണം. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ വരണം. വിവരവും വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് എന്തിനാണ് എങ്ങനെയാണ് സാറിന് അറിയാം? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്ത് പ്രവൃത്തിയാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തത്? അല്ല സാറ് പറയൂ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്തത്? ഈ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഈ രീതിയിൽ ആരോട് സംസാരിക്കില്ലായിരുന്നു? ഈ രീതിയില് ആരോട് സംസാരിക്കില്ലായിരുന്നു? ഞാൻ കമന്റ്സ് ആകുമ്പോഴും ഞാൻ കളക്ടർ ആകുമ്പോഴും ഞാൻ ഉടൻ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് പറഞ്ഞൂടെ? ആഗ്രഹം പറയട്ടെ. ആഗ്രഹം പറയുമ്പോൾ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് വരുന്നേ ഉള്ളൂ. അവർക്ക് എത്ര വയസ്സുണ്ടാവും? 23 വയസ്സോ എല്ലാം ആയിട്ടുണ്ടാവും. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഡിഗ്രി വരിക. ആ ഡിഗ്രി വന്നതിന് ശേഷമാണ് സാറേ ബാക്കിയുള്ളത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാം. അവർ ട്രൈ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയല്ലേ. സാറിനാണ് ഈ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത്. സാറിന് എന്തെങ്കിലും തെളിവ്? സാറിനോട് ഞാൻ ചോദിച്ചു, അവര് പ്രായം കുഴപ്പമാണോ? ഇപ്പൊ പ്രായം കുഴപ്പമില്ല സാറിന്. അവര് മര്യാദയില്ലാതെ സംസാരിച്ചു. ആരോട് സംസാരിച്ചു? അത് യദുവിനോട് സംസാരിച്ചു. യദു എന്തൊക്കെ കാണിച്ചു? യദുവിന്റെ വക്താവല്ലെന്ന് സാറ് പറയുന്നു. പിന്നെ എന്താണ് കുഴപ്പം? ഒന്ന് പറയൂ സാർ. ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം സാറേ. സാറിന്റെ അനുഗ്രഹം എന്തായാലും അവർക്ക് വേണ്ട. കാരണം സാർ ആ രീതിക്കാണ് സംസാരിക്കുന്നത്. സാറ് സംസാരിക്കുമ്പോൾ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അല്ലാതെ എന്തെങ്കിലും ഒരു വാചകം സാർ സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വാചകം സംസാരിക്കുന്നത്? സേവ് യൂണിവേഴ്സിറ്റി ഫോറം അല്ല സാറേ, ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞ സാറ് ഇരിക്കുമോ? സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒരു രജിസ്റ്റേർഡ് സംഘടനയാണോ? രജിസ്റ്റേർഡ് സംഘടനയാണോ? വേണ്ടാന്നേ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആരുടെ അംഗീകാരം വേണ്ടാന്നേ. അപ്പൊ ഒരു രജിസ്റ്റേർഡ് സംഘടന പോലും അല്ലാതെ ചുമ്മാ ഒരു പേരും വെച്ച് വന്നിരുന്നുകൊണ്ട് എന്തിനാ സാറേ ഈ നാടകം കളിക്കുന്നത്? സാറിന് കോൺഗ്രസിന്റെ ആളായിട്ടാണ് സാറ് ഇരിക്കുന്നതെന്ന് സാറ് തന്നെ പറഞ്ഞു. കോൺഗ്രസ്സുകാരനായിട്ടാ സാർ കോൺഗ്രസ്സുകാരനായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പൊ പിന്നെ അത് കോൺഗ്രസ് എന്ന് പറയുന്നൂടെ സാറേ? എന്തിനാ ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഈ ചർച്ച? ഞങ്ങളുടെ ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നേ. ഒരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ വേണ്ടേ സാറേ? സാറിന്റെ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ വേണ്ട. ഞങ്ങളുടെ സംഘടന അംഗീകരിക്കേണ്ടതേ. എന്തിനീ കള്ള പേരിൽ വരുന്നു? അതാണ് ചോദ്യം.
സാറല്ലേ കള്ളൻ? ശശികുമാർ കോൺഗ്രസ് എന്ന് എഴുതുന്നതല്ലേ സാറേ നല്ലത്? എന്തിനാണ് ഈ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു സംഘടനയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് സാർ ചെയ്യുന്നത്? ഞാൻ കോൺഗ്രസ് പിന്നെ സേവം എന്തെന്ന് ഞാൻ തീരുമാനിച്ചു. അത് നിങ്ങൾ തീരുമാനിച്ചോ, പക്ഷെ ഞങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ അത് എഴുതി കാണിക്കുന്നത്. സാറിന്റെ വീട്ടിൽ സാർ എഴുതി വെക്കി. നിങ്ങൾ ആ വീട്ടിൽ എഴുതി നിങ്ങൾ തിരിച്ചതുപോലെ പറയാമല്ലോ. അത് ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ പറയേണ്ടത്. കാരണം സാറല്ലേ പറയേണ്ടത്. കാരണം ഇതാ എന്റെ താഴെ ഇങ്ങനെയല്ല എഴുതേണ്ടത്. കാരണം സാറ് സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ സത്യസന്ധനായ ഒരു മനുഷ്യൻ എന്തിനാണ് കള്ളം എഴുതി വെക്കുന്നത്? ഞാൻ സത്യസന്ധനാണെന്നൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ലെന്നേ. വേണ്ട, നിങ്ങളാരും എന്നെ സത്യസന്ധൻ എന്ന് പറയണ്ട. പക്ഷേ ഈ CPM-ന്റെ ഭാഗത്ത് SFIയുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഞാൻ യൂണിവേഴ്സിറ്റി മേഖല പ്രത്യേകിച്ച് എടുക്കുന്നു. അങ്ങനെ മേഖലയിൽ കാണിക്കുന്ന കോപ്രായങ്ങളും അഴിമതികളും എക്സ്പോസ് ചെയ്യും. യൂത്ത് കോൺഗ്രസ് നേതാക്കള് പിന്നെ നിങ്ങളുടെ പാർട്ടിയിലെ സാർ കോൺഗ്രസ്സുകാരനാ, സാറിന്റെ യുവജന സംഘടനയിലെ നേതാക്കള് തൊട്ടിയെത്തുന്നതും അവിടെ ഇവിടെയും പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചോ? സാർ എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ? എവിടെ പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? സാർ ഒരു കാര്യം, സാറിന് ഫേസ്ബുക്കും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ. സാർ ആ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ് ഇട്ട ഏതെങ്കിലും വീഡിയോയോ തെളിവോ പ്രസ്താവനയോ പറഞ്ഞോളൂ സാറേ. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയാം. ആര് തെറ്റ് ചെയ്താൽ യൂത്ത് കോൺഗ്രസ് പറയണ്ട സാറേ. ആ സാറിന്റെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ തന്നെ കോൺഗ്രസ്സുകാരനായ സാറിന്റെ സംഘടനയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നു. സാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആ വീഡിയോ ഒന്ന് ഇട്ടേ, ഞങ്ങളൊന്ന് കാണട്ടെ. അല്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാജ ID കാർഡ് നിർമ്മിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്ത സാറിന്റെ സംഘടനയിലെ യുവാക്കള് ചെയ്തിട്ട് സാർ ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ ഈ മേയറുടെ പേരിൽ ആവശ്യമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കേണ്ട കാര്യം എന്താ? ഞാൻ വ്യാജ ഐഡിയിലും CPM-ന്റെ വ്യാജ ഐഡി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വ്യാജ ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാറില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടാറില്ല അല്ലേ? അങ്ങനെയല്ല. ഞാൻ യൂണിവേഴ്സിറ്റി കാര്യങ്ങളുമായിട്ട് മാത്രമേ ഇടപെടൂ. യൂണിവേഴ്സിറ്റി കാര്യങ്ങളിലെ സാറേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ യൂത്ത് കോൺഗ്രസ് നേതാവ്, കൊട്ടിയത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായി. സാർ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സാറ് സേവ് യൂണിവേഴ്സിറ്റി ഫോർ അല്ലേ? സാറ് കോൺഗ്രസ്സുകാരനായ അല്ല, കേൾക്കൂ സാറേ, ഞാൻ പറഞ്ഞുതരാം. ആ പയ്യനെ മറ്റു അവിടുത്തെ MSN കോളേജ് ഇഷ്യൂ എന്നോ പാരലായിട്ട് SFIക്കാർ പറയും. കോളേജിന്റെ സാറ് പറഞ്ഞോ? MSN കോളേജിന്റെ സാറ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് സാറിന്റെ സംഘടനയിൽപ്പെട്ട കൊട്ടിയത്തുള്ള ഞാൻ പറയുന്നത് കേൾക്കാത്ത എന്താ സാറേ? സാറിന്റെ സംഘടനയിൽ സാർ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കള്ള സർട്ടിഫിക്കറ്റ് ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മാഫിയയിൽപ്പെട്ടവരാണെന്നും അറസ്റ്റ് ചെയ്തും കുറ്റപത്രമുണ്ട്. അവരെ പറ്റിയിട്ട് സാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സാറിന്റെ സംഘടന യൂണിവേഴ്സിറ്റി ഫോർന്ന് വെക്കുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോ? സപ്പോർട്ട് അതിനെ എതിർത്ത് പറഞ്ഞു. അവരെ പുറത്താക്കണമെന്ന് സാറ് പറഞ്ഞു. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാലേ പറയൂ, അല്ലെങ്കിൽ സാർ ഇതുപോലെ ഇരുന്ന് പറയൂല്ലേ? ഇതുപോലെ ആ കുട്ടി 20 വയസ്സ് സമയത്ത് 1ാം സെമസ്റ്ററും 2ാം സെമസ്റ്ററും സംഘടനാ പ്രവർത്തനത്തിന്റെ പേര് നേരെ ചൊവ്വേ എഴുതാൻ പറ്റാത്തത് കൊണ്ട് 0 മാർക്ക് വാങ്ങി എന്ന് പറയുക. പരീക്ഷ ഒരെണ്ണം എഴുതിയിൽ 7 മാർക്ക് വാങ്ങി എന്ന് പറയാം. ബാക്കിയൊക്കെ പരീക്ഷയ്ക്ക് എത്ര മാർക്കാണെന്ന് സാറ് പറയുന്നില്ല. ആ കുട്ടിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കുട്ടി വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വീണ്ടും പഠിക്കുന്നു, വേറെ കോഴ്സ് പഠിക്കുന്നു. ഈ കോഴ്സിന്റെ അവസാനം വേറെ കോഴ്സ് അല്ല IPS ആവുകയാകും. ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും, ആ കുട്ടിക്ക് പഠിക്കാനുള്ള പിന്നെ കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി കള്ളി എന്നുള്ള രീതിക്ക് സംസാരിക്കാൻ എങ്ങനെയാണ് സാറേ തോന്നുന്നത്? സാറിന്റെ സംഘടനയെ തന്നെ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവരെ മിണ്ടാതിരുന്ന സാറ് ഇതിനെപ്പറ്റി പറയാൻ സാറിന് ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ സാറേ? ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ സാറേ? സാർ ഇത്രയും വയസ്സായല്ലോ സാറേ, ഇത്രയും വയസ്സാവുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ ചിന്തയും കാര്യങ്ങളും കൂടുതൽ വരും. നമ്മുടെ ദേഹത്തുള്ള ചളി ആദ്യം വാരി കളഞ്ഞിട്ട് വേണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇങ്ങനെ
എന്താണ് സാറേ ഇത്? കുട്ടി അല്ല ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളില്ലേ, അവർക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ആ കുട്ടി ആഗ്രഹം തന്നെ പറഞ്ഞു എന്നിരിക്കട്ടെ, ആ ഇല്ലെന്നിരിക്കാം. അങ്ങനെ പറയാൻ അധികാരം, അവർക്ക് അവകാശമില്ലേ? അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയില്ലേ? ഈ IPS എഴുതാൻ പോകുന്ന എല്ലാവരും എല്ലാവരും എഴുതും, പക്ഷെ എല്ലാവർക്കും കിട്ടുമോ? ആഗ്രഹങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മോൻ അവസാനമാണല്ലോ കുത്തിയത്. അവസാന ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന് മുഴുവൻ മാർക്കാ. 1ാം റാങ്കുകാരന് പോലും മുഴുവൻ മാർക്കില്ല. സാർ അത് അന്വേഷിച്ചോ? അതെന്ത് പറ്റി? അതിവിടെ കേസ് കിട്ടിയ പോലെയാണെന്നാണ് ചില. അല്ല ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല ഞാൻ ചോദിക്കുന്നത് 1ാം റാങ്ക് സാറിന് ഇതൊക്കെ സംശയം വരാവുന്ന സാറിന്, ഈ കാര്യങ്ങളിലെല്ലാം സംശയം വരാവുന്ന സാറിന് ആ കാര്യത്തിൽ സംശയം തോന്നാത്ത എന്താ? അതെങ്ങനെ എന്തിനാ ഈ മിടുക്കന്മാർ IAS അത് മിടുക്കനാണ്. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന് മുഴുവൻ മാർക്ക്, എന്നാൽ 1ാം റാങ്ക് കിട്ടിയയാൾക്ക് ഇന്റർവ്യൂവിൽ മാർക്കേ ഇല്ല. മാർക്ക് ഭയങ്കര കുറവ്. അത് അത് മറ്റേ ജലീലിന്റെ സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുന്നത്. ജലീലിന്റെ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ്? അതിനകത്ത് സാറിന് ഒരു സംശയം തോന്നില്ല, അത് മിടുമിടുക്കൻ. എന്നാൽ ഒരു കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞു, ആ ആഗ്രഹം പറയുമ്പോൾ വേറെ എന്തൊക്കെ ഇതാണ് പറഞ്ഞത്. ആ പറയുന്ന സാറ് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും പൊളിഞ്ഞു പാളിച്ച്. നിങ്ങൾ ഷാജിർ ഖാൻ ഉണ്ടല്ലോ, SUC എന്നും പറഞ്ഞു നടക്കുന്ന ഷാജിർ ഖാൻ, ഞാൻ കൊണ്ടുവന്നത് പൊളിഞ്ഞാലും ജനം അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചല്ലോ. അത് അംഗീകരിക്കുന്നുണ്ട്, അത് ജനങ്ങൾ കണ്ടോളൂ. അത് ജനങ്ങൾ കണ്ടോളൂ. നിങ്ങളെ പോലെയുള്ള കള്ള നാണയങ്ങളുണ്ടല്ലോ സാറേ, നിങ്ങളെ പോലെയുള്ള കള്ള നാണയങ്ങൾ. പിണറായി കൂലിക്കെടുത്ത 2 ലോകായുക്തമാർ പറഞ്ഞ ജഡ്ജ്മെന്റിന് ഞാൻ വലിയ വിലക്കെടുത്തു. പിണറായി കൂലിക്കെടുത്തതാണ്. പിണറായി കൂലിക്കെടുത്തവരാണല്ലോ അവര് സുപ്രീം കോടതിയിലും മറ്റുള്ള കോർട്ടുകളിലും ജഡ്ജിയായിരുന്നപ്പോ പിണറായി കൂലിക്കെടുത്തതാണല്ലോ. സാറേ നിങ്ങൾ കൊണ്ടുവന്ന സാധനം തെളിവില്ലാതെ എടുത്ത് ദൂരെ എറിഞ്ഞപ്പോ നിങ്ങൾക്ക് അവർക്ക് കൂലിപ്പെടാനാണല്ലേ? തെളിവില്ലാത്തോണ്ടാണോ, തെളിവുണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ ജനത്തിനറിയാം. ജനത്തിനല്ലല്ലോ, ജനമല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന തെളിവ് ബാക്കിയുള്ള അവൈലബിൾ തെളിവും വെച്ചല്ലോ ഒരു കോടതി നോക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് പോകാത്തത്? പോയിട്ടുണ്ടല്ലോ, ആര് പറഞ്ഞു പോയില്ല? ഹൈക്കോടതി എന്തിനാ? അത് പറഞ്ഞോണ്ട് പറയാം. ഹൈക്കോടതി എന്തിനാ അപ്പീൽ സ്വീകരിച്ചിട്ട് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചത്? ഒരാൾ കൊണ്ടു കൊടുത്ത അവര് നോട്ടീസ് അയക്കും, അല്ലാതെ അവരെന്ത് ചെയ്യും? നിങ്ങളൊരു ഞാൻ സാറിനെതിരെ ഒരു ഹർജി അവിടെ കൊണ്ടു കൊടുത്താൽ ആ ഹർജിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ എന്ന് വെച്ചാൽ നോട്ടീസ് അയക്കും, അല്ലാതെ കുറ്റപത്രമല്ലല്ലോ സമർപ്പിച്ചത്. ആണോ? ഏത് ഫേസി ആണെങ്കിലും ശരി സാറേ, അത് കിട്ടുമ്പോ അതിന്റെ കൃത്യമായി കിട്ടുമ്പോ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങളടുത്ത് പറയും. സാറേ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും വ്യക്തതയുള്ള ഒരു സാധനം വെച്ച് സംസാരിക്കണം. അല്ലാതെ ഈ കൊതിക്കറവ് കൊണ്ടിട്ട്, ഈ വയസ്സുകാലത്ത് സാർ ഈ കൊതിക്കറവ് കൊണ്ടിട്ട് ഇമാതിരിയുള്ള ഡയലോഗ് അടിക്കരുത്. വയസ്സുകാലത്ത് എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചു. അതാണ് പറഞ്ഞത്, വയസ്സുകാലത്ത് കുറച്ചൊക്കെ നമ്മള് ബോധവും പൊക്കണവും വരും. ഇത് അതല്ല വരുന്നത്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആഗ്രഹം പറഞ്ഞപ്പോ ആ ആഗ്രഹം അതൊരു കമ്മ്യൂണിസ്റ്റുകാരി ആയിപ്പോയി, മേയർ ആര്യ രാജേന്ദ്രൻ ആയിപ്പോയി, ജനസമ്മതിയുള്ള ഒരു നേതാവായിപ്പോയി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരനായ ശശികുമാർ സാറിന് എന്തുമാത്രം പ്രശ്നമാണ്. പക്ഷെ ശശികുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ്സുകാരനായ ശശികുമാർ സാറിന് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വ്യാജ ID നിർമ്മിക്കുന്നതിനോ വ്യാജ സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിനോ ഒന്നും ഒരു പരാതിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്? പറയൂ സാറേ. എനിക്കൊന്നും പറയാനില്ല. അതെന്താ പറയാനില്ലാത്തത്? സത്യം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട് സാറേ? ഇടതുപക്ഷത്തിനെതിരെ പറയുന്ന ഗോവിന്ദസ്വാമി പോലും പറഞ്ഞാല് കൊണ്ടുവയ്ക്കുന്ന മൈക്ക് പോലെയാ സാറിന്റെ മുന്നിലും കൊണ്ട് മൈക്ക് വെക്കുന്നത്. അത് സാർ മനസ്സിലായോ? അത്രേ ഉള്ളത്. ആദ്യം വേണ്ടത് കുറച്ച് അത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആഗ്രഹം പറഞ്ഞാൽ വേറെ ആരും ആയിക്കോട്ടെ, അവര് CPM കാര്യോ മറ്റതോ മറിച്ചതോ ഒക്കെ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിയെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഒരു ആഗ്രഹം പറയുന്നു, അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പരീക്ഷ എഴുതി നേടണം എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആ ഒരു കോൺഫിഡൻസിനെ നമ്മൾ അഭിനന്ദിക്കുക ചെയ്യാതെ നിങ്ങൾ എന്ത് രീതിയിലാണ് ഇങ്ങനെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരി ആയി പോയത് കൊണ്ട് എന്ത് വൃത്തികേടും പറഞ്ഞാൽ അതിന് മാധ്യമങ്ങൾ കമ്പും കോലും മുന്നിൽ കൊണ്ട് തരുമോ എന്നുള്ളത് കൊണ്ടിട്ടല്ലേ സാറേ നിങ്ങൾ ചെയ്യുന്നത്?
അഭിനയിക്കുന്നവർക്ക് സാറിന്റെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടിക്കാരന് പിന്നെ പാർട്ടിയുടെ നേതാവല്ലേ ഈ മഞ്ജു വാര്യരെ കുറിച്ചും ഈ ശൈലജ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ, നിങ്ങളുടെ മുന്നണിക്കാരനല്ലേ? സാർ അതിനെപ്പറ്റി എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഞാനതിന്റെ അതിനകത്ത് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഞാൻ ഈ വ്യാജ ഐഡി ഉണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങള് വിളിച്ച് ചോദിക്കുമ്പോ മാത്രമല്ല അത് പറയാൻ എന്റെ മുന്നിൽ മൈക്കൊണ്ടൊക്കെ എനിക്ക് കോൺഗ്രസിനെതിരെ സംസാരിക്കാനുണ്ട്. കോൺഗ്രസിന്റെ യുവജന സംഘടന നടത്തുന്ന രാജ്യദ്രോഹ കുറ്റങ്ങളെ പറ്റി, മാഫിയ സംഗതികളെ പറ്റി, സ്ത്രീ പിന്നെ വിരുദ്ധതയെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. എപ്പോഴെങ്കിലും സാറൊന്ന് പറ. ഞാൻ അതിന്റെ ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാരുടെ കാര്യമാകുമ്പോ സാർ ഇടപെടത്തില്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമാകുമ്പോ സാർ ഇടപെടും. ആ ഒരു പാവം കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹത്തെ കശക്കി എറിയാനും പരിഹസിക്കാനും പുച്ഛിക്കാനും എന്ത് രീതിക്കും തരം താണ രീതിക്ക് സംസാരിക്കും. അക്കാഡമിക് കാര്യങ്ങളിൽ ഇടപെടും. ഏത് അക്കാഡമിക് കാര്യം? സാറിന്റെ മുന്നിൽ ഏത് അക്കാഡമിക് കാര്യത്തിന് അവർ വന്നത്? അതുകൊണ്ട് അവർക്ക് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ അവർക്ക് പഠിച്ച് പരീക്ഷ എഴുതാൻ കൃത്യമായി പറ്റാത്തത് കൊണ്ടാണ്. അവർക്ക് എങ്ങനെയാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? അവർക്ക് എങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? ഏത് അക്കാഡമിക് കാര്യത്തിന്റെ പേർത്താണ് അവർക്ക് അവിടെ ഏത് അക്കാഡമിക് പിന്നെ തെളിവിന്റെ പുറത്താണ് അല്ലെങ്കിൽ അതിന്റെ അടിപ്പടയിലാണ് അവർക്ക് ഓൾ സയൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? +2 മാർക്കുള്ള കിട്ടും അവിടെ. അപ്പൊ പിന്നെ അവരത് പഠിക്കാതെയാണോ എഴുതിയത്? ഓൾ സയൻസ് പോലെ കേരളത്തിലെ ഒരു മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇതുപോലെ ഒരു യോഗ്യതയില്ലാതെ വെറുതെ കിടന്ന് ഗീർവാണം അടിക്കുകയാണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നടത്തുന്ന ആഗ്രഹത്തെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിന് 100 മാർക്ക് മാറ്റിയാണ് ആർഷോയ്ക്ക് മഹാരാഷ്ട്ര കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. 100 മാർക്ക് കിട്ടില്ലെന്ന് നിങ്ങൾ അയാളുടെ പേപ്പർ കണ്ട? സാറ് പറഞ്ഞ അതിനകത്ത് ആർഷോവിന്റെ പേപ്പറിന്റെ കാര്യം പറഞ്ഞു. ആർഷോവിന്റെ പേപ്പർ സാറ് എടുത്തിട്ട് അതിനകത്ത് ഇയാൾ ഈ പറയുന്ന രീതി മാർക്ക് കിട്ടാനുള്ള ഒരു സാധനം ഇല്ലെന്ന് സാറ് തെളിയിക്ക്. അത് പേപ്പർ എടുക്കാലോ. എനിക്ക് വേറെ ജോലിയില്ല. ചുമ്മാ നടന്ന് പറയാല്ലേ? ചുമ്മാ അതല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഉടൻ തന്നെ അല്ല സാറ് ഒരു ആർഷോന്റെ പേപ്പറിൽ എനിക്ക് സംശയമുണ്ട്. ആർഷോ പേപ്പർ ഞാനിപ്പോ ആർഷോയുടെ 100 മാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അഡ്മിഷൻ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതാണ് ഒരു വലിയ ക്രെഡിറ്റ് പറഞ്ഞെങ്കിൽ അല്ല. കോളേജിൽ ഇപ്പൊ ആർട്സ് കോളേജ് മാനേജ്മെന്റ് കോട്ടയിലും കിട്ടാം. പോട്ടെ, ഞാനിപ്പോ അഡ്മിഷനെ കുറിച്ചൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ അതാണ് നിങ്ങൾക്ക് സെലക്റ്റീവാണ് സാറേ, സെലക്റ്റീവാണ്. കാരണം നിങ്ങളുടെ ചോദ്യം ചോദിക്കുമ്പോ അവിടെ അതിന്റെ കുറ്റമില്ല. ഇവിടെ അവരുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1-2 സെമസ്റ്ററിൽ അവർക്ക് കൃത്യമായി എഴുതാൻ കഴിഞ്ഞില്ല. അവർ അതിനു മുമ്പ് മേയറായി. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെവിടെയും ഞാൻ BSc മാത്തമാറ്റിക്സ് ജയിച്ചു ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എവിടെയെങ്കിലും ജോലിക്കോ എന്തെങ്കിലും സാഹചര്യത്തിലോ എഴുതിയിട്ടുമില്ല അവര്. അങ്ങനെ എഴുതാത്ത ഒരു കുട്ടി അവരുടെ ഒരു ആഗ്രഹം അവിടെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് അത് ഇവരെന്തോ അതെന്താണെന്ന് വെച്ചാൽ ഇവരെ കളിയാക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു പെൺകുട്ടിയെ കളിയാക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും കിട്ടുമെന്നുള്ള അറിവുകൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്തത്, കോൺഗ്രസ്സുകാരനായ അങ്ങ്. എന്നിട്ട് കോൺഗ്രസ്സുകാരൻ നടത്തുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുക. എന്തായാലും പറയാനുണ്ടോ സാറേ? എനിക്കൊന്നും പറയാനില്ല. അതാണ് പറഞ്ഞത്, ഒന്നും പറയാൻ കാണില്ല. ഇതാണ് ഒന്നും പറയാൻ കാണില്ല. നിങ്ങൾ വെറുതെ ആരെങ്കിലും വെച്ച് നീട്ടുന്ന ചില സാധനങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് ഛർദ്ദിക്കുന്ന പരിപാടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ചുകൂടി ഞാനൊന്നും നിങ്ങളുടെ പറഞ്ഞൊരു കാര്യം, നിങ്ങളെല്ലാം അന്ധമായി ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഈ പാർട്ടി അടിസ്ഥാനത്തിലല്ല ശരി. ഞാൻ ഈ കുട്ടിയാണ് ഈ കേരളത്തിൽ ലോകത്ത് മേയറാവാൻ കേമിയാണെന്ന് CPM രാജേന്ദ്രനാണ് ഏറ്റവും മേയറായി ഇരിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യതയുള്ള ആളെന്ന് ആ പാർട്ടി പറഞ്ഞു. എന്തിന് അങ്ങനെ ഒരാളിന് CPM അങ്ങനെ ഒരാൾ മേയറായി ഇരുന്നിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? നമുക്ക് സാധിക്കാത്ത സാധനങ്ങള് മറ്റുള്ളവർ. സാർ എന്തിനാണ് ഈ കുട്ടിയോട് ഈ വലിയ പിന്നെ ഒരു ശത്രുത വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഇരുത്തിക്കൊണ്ടുപോകണം ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തി 250 ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നത്? അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന നേതാവാരാ? CPM പാർട്ടി. CPM പാർട്ടിക്ക് നയങ്ങളുണ്ടാവും, നിലപാടുകളുണ്ടാവും. ആ നിലപാടുകൾ അനുസരിച്ചാണ് അവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പിന്നെ ഏത് മന്ത്രിയായാലും അല്ലെങ്കിൽ മേയർ ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഉള്ള നയ നിലപാടുകളിൽ കൂടെയാ പോകുന്നത്. പിന്നെ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരും. CPM ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു പറയണ്. സാർ ഇത്ര നേരം പറഞ്ഞതില് സാറ് എന്തെങ്കിലും ഒരു കണിക സാറ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉണ്ടായിരുന്നോ? സാറിന് തോന്നുന്നുണ്ടോ അത്? ഇല്ല നിങ്ങൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതിലല്ല, സാറ് തന്നെ പറഞ്ഞാൽ മതി. സാറിന് പറയാനുള്ള എല്ലാ അവസരവും ഉണ്ട്. അല്ലെ, താങ്കൾ പറയുന്നതാണ് ശരിയെന്ന് താങ്കൾ വിശ്വസിക്കുക, ഞാൻ ചെയ്തതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുക. അല്ല, സാറ് പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ഇവിടെ കുറെ പേരുണ്ടാവും, അത് സത്യം തന്നെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ CPM-നും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായ സ്ത്രീകൾക്കും എതിരെ പറയാൻ മൈക്ക് വെച്ച് നീട്ടുന്ന മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം അങ്ങേ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് ഇവിടെ അവസരമുണ്ട്. അങ്ങേ പോലെ കോൺഗ്രസ്സുകാരനായ മുഖംമൂടിധാരികൾക്ക് അവസരമുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒരു രജിസ്റ്റേർഡ് സംഘടന പോലുമല്ല. ഇവിടെ വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്ന് താഴെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും ഇവർ ഏതാണ്ട് വലിയവരാണെന്ന്. കോൺഗ്രസ്സുകാരനാണ്, അതിലിരിക്കുന്ന ഷാജിർ ഖാൻ SUCA-കാരനാണെന്ന് എഴുതാനുള്ള നട്ടല്ലില്ല നിങ്ങൾക്ക്. അതെന്താ കോൺഗ്രസ്സുകാരനെന്ന് ഒരു കോൺഗ്രസ്സുകാരനായ ശശികുമാറിന്റെ കാര്യങ്ങൾ സംസാരിച്ചൂടെ? അതിനൊരു സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് അല്ലാത്തൊരു സംഘടനയുടെ സാധനം വേണം. ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല. സാറേ, ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ ആളെ അല്ല, വക്താവാവണ്ടല്ലോ. സാറ് കോൺഗ്രസ്സുകാരനല്ലേ? സാർ കോൺഗ്രസ്സുകാരനാണ്. അത് ഓരോരുത്തർക്കും കോൺഗ്രസ്സുകാരനാണെന്നാണ് സാറ് പറഞ്ഞത്. ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നാണ് പറഞ്ഞത്, കോൺഗ്രസിന്റെ വക്താവെന്നല്ല പറഞ്ഞത്. കോൺഗ്രസ്സുകാരനാണ് മതി. വക്താവ് അവരുടെ പാർട്ടിയാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. ആ വക്താവാക്കേണ്ട ഇതുപോലെയുള്ള കുറെ ആൾക്കാരെ, കുറെ മുഖംമൂടിധാരികളെ അവർ വിടും. മാധ്യമ ചാനലിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം കോൺഗ്രസ്സുകാരനായ ശശികുമാറിന്റെ അടിയിൽ കോൺഗ്രസ് നല്ലല്ലോ എഴുതുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം പിന്നെ വേറെന്തോ ഒന്നുകൂടി ഇടും. അപ്പൊ പറയണം സാറേ, നട്ടലുള്ള സാറ് പറയണം എന്റെ താഴെ ഇതല്ല ഇടേണ്ടത്, കോൺഗ്രസ് ഇടണം, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അങ്ങനെ അഭിപ്രായം പറയാൻ ജനം കേൾക്കുമെന്നൊന്ന് കേൾക്കട്ടെ എന്ന് പറയണ്ടേ സാറേ? അതിനെന്താ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല, അതാണ്. എനിക്ക് അന്ധമായ താങ്കളെ പോലെ അന്ധമായ ഞാൻ അന്ധമാണോ അല്ലെന്നല്ല, ഞാൻ സാറി പറഞ്ഞതിന്റെ ഇത്രയും വെച്ചിട്ട് എപ്പോഴെങ്കിലും ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. സാർ എത്രയോ കാലമായിട്ട് ഈ ചാനലിൽ കിടന്ന് ശബ്ദിക്കുന്നു, എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സാറിന്റെ സൗകര്യമാണ്. അവിടെ വിളിക്കട്ടെ, സാറ് പറയട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷെ ഈ പെൺകുട്ടിയെ കുറിച്ച് ഇത്രയേറെ ശത്രുതാ മനോഭാവത്തോടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയിൽ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ആശയം ഉണ്ടാവും, അവളുടെ കോൺഫിഡൻസ് ഉണ്ടാവും. അതിൽ അവൾ പറയുന്നു കിട്ടുകയും കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വേറെ കാര്യമില്ല. എത്രയോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാതെ പോകുന്നുണ്ട്. എന്നാൽ ഉഴപ്പി നടക്കുന്നവർക്ക് എൻട്രൻസ് എഴുതി കിട്ടുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ പറയുന്നത് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. പണ്ട് 7 കോളേജിലുള്ള സമയത്ത്, ഞാൻ 7 കോളേജിലുള്ള സമയത്ത് എൻട്രൻസ് വഴി എഴുതി എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറേ, ആദ്യം വേണ്ടത് നമ്മൾ ബാക്കിയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് അവരെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റുക. എന്നിട്ട് ആ വിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ചാനലിലോ 4 പേരോടോ അഭിപ്രായം പറയുക. അല്ലാതെ കോൺഗ്രസ്സുകാരനാണെന്നുള്ള മുഖംമൂടിയും ധരിച്ച് അതും മറച്ചു വെച്ച് വേറെ ഏതോ ഒരു കടലാസ് സംഘടനയുടെ പേരിൽ ചാനലുകൾ മുഴുവൻ കയറിയിരുന്നു കൊണ്ട് എന്തെങ്കിലും പറയലല്ല. പറയുമ്പോൾ കോൺഗ്രസ്സുകാരനാണ് ഞാൻ, എന്താ കുഴപ്പം? അവർ കോൺഗ്രസ്സുകാർ വന്ന് സംസാരിക്കുന്നില്ല, അതുപോലെ സാറിന് സംസാരിച്ചാൽ എന്താ? കോൺഗ്രസ് അനുഭാവി എന്നെങ്കിലും എഴുതാവല്ല. ഇത്രേ പറയാനുള്ളൂ സാറേ. ഇനിയെങ്കിലും പറയുമ്പോ വല്ലതൊക്കെ ആലോചിച്ച് പറ സാറേ, വല്ലതൊക്കെ ആലോചിച്ച് പറയും. ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരികൾ ആയതുകൊണ്ട് സ്ത്രീകളെ കുറിച്ചിട്ട്, ഇത് ശൈലജ ടീച്ചറെ കുറിച്ചിട്ട് നിങ്ങളുടെ തന്നെ മുന്നണിയിലെ ഒരു ആൾ അവിടെ നിന്ന് പറഞ്ഞു, മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങൾ
ഇത്രയും നിർഗിഷ്ടരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര്. അവരെ കുറിച്ചൊന്നും പറയാതെ ഒരു പെൺകുട്ടി ഒരു ആശയം, അവളുടെ ഒരു കോൺഫിഡൻസ് ലെവലിന്റെ ഒരു സാധനം പറഞ്ഞതിന് ഇമാതിരിയുള്ള കാര്യം പറയാണ് സാറ്. അപ്പൊ താങ്കളുടെ സംഘടന, താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ഡീസന്റ് ആളല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു ബഹുജന സംഘടനയാവുമ്പം അതിനകത്ത് 1% ആൾക്കാരിൽ ചില പുഴുക്കുത്തുകളും ഉണ്ടാവും. എന്താ തർക്കമുള്ളത്? ഇപ്പൊ സാറ് യൂണിവേഴ്സിറ്റിയിലെ ഒരാളാണെന്ന് പറഞ്ഞു. സാറിന്റെ മനോഭാവം ഇതല്ലേ? അപ്പൊ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരും ഈ സാറിനെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? യോഗ്യന്മാരുണ്ട്, നമ്മളെ പോലത്തെ പുഴുക്കുത്തുകളുണ്ട്. ഉണ്ടാവും പുഴുക്കുത്തുണ്ടെന്നേ പറയാൻ പറ്റും. കാരണം അങ്ങനെ ഏകപക്ഷീയമായി ഒരു പെൺകുട്ടിക്കെതിരെ സാർ സംസാരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു പുഴുക്കുത്തുകാരും ഒരാൾ സംസാരിച്ചെന്ന് കരുതിക്കുള്ളൂ. അല്ല, അതന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് വിളിച്ചത്. അതുകൊണ്ടാണ് വിളിക്കേണ്ടി വന്നതെന്ന് അങ്ങയോട് സംസാരിക്കേണ്ടി വന്നു. ഓക്കെ. ഒരു കടലാസ് സംഘടനയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരിക, എന്നിട്ട് വന്നിരുന്നു കൊണ്ട് വസ്തുതയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ആളുകളെ അധിക്ഷേപിക്കുക, കമ്മ്യൂണിസ്റ്റുകാരന്മാരെയോ എന്ത് പറഞ്ഞാലും മൈക്ക് വെച്ച് നീട്ടാൻ മാധ്യമങ്ങൾ ഉണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടും പറയുക, എന്നിട്ട് മുഖംമൂടി ധരിക്കുക. കോൺഗ്രസ്സുകാരനാ, പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒരു രജിസ്റ്റേർഡ് സംഘടന പോലുമല്ല. അവർ വന്നിരുന്നിട്ട് പറയുക എന്താ കോൺഗ്രസ് അനുഭാവിന്നെങ്കിലും എഴുതിയ പോലെ. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? എന്തിനാണ് ഈ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരുന്നത്? നിങ്ങൾക്ക് നേരെ വന്ന് നട്ടലോടുകൂടി കാര്യം പറഞ്ഞൂടെ?